പരസ്പരം സ്തുതി പറയാം. പ്രിയപ്പെട്ടവരെ, നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. പല രീതിയിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, പ്രാർത്ഥിച്ച് കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ പ്രാർത്ഥന ഉപേക്ഷിക്കുന്നവരുണ്ട്, വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരെ വിമർശിക്കുന്നവരുണ്ട്. എന്നാൽ കർത്താവ് ഈ സുവിശേഷത്തിൽ ശിഷ്യന്മാർക്ക് നൽകുന്ന ഒരു വലിയ ഉപദേശമെന്ന് പറയുന്നത്, ഒരു ഉപമ പറഞ്ഞുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കണം. യേശു ഒരു ദൈവത്തെ ഭയപ്പെടാത്ത, ജനങ്ങളെ മാനിക്കാത്ത ഒരു ന്യായാധിപന്റെയും വിധവയുടെയും ഉപമയാണ് പറയുന്നത്. ഈ വിധവയുടെ മനോഭാവമാണ് നമ്മൾക്കുണ്ടായിരിക്കേണ്ടത്. ആ ന്യായാധിപൻ കുറെ നാളത്തേക്ക് ഈ വിധവയെ കേട്ടില്ല എന്ന് സുവിശേഷം പറയുന്നു. അവളെ ഗൗനിച്ചില്ല. എങ്കിലും അവളൊരിക്കലും വേറൊരു ന്യായാധിപനെ തേടിപ്പോയില്ല. അവളുടെ മനസ്സും അടുത്തില്ല. അവൾ പ്രതീക്ഷയോടുകൂടി വീണ്ടും വീണ്ടും ആ ന്യായാധിപനോട് അഭ്യർത്ഥിക്കുകയായിരുന്നു. അവസാനം അവളുടെ ശല്യം തീർക്കുവാനായിട്ട് ആ ന്യായാധിപൻ അവൾക്ക് നീതി നടത്തി കൊടുക്കുന്നുവെന്നാണ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നൽകുന്ന ഒരു ഗ്യാരന്റിയുണ്ട്, ഒരു വാഗ്ദാനമുണ്ട്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന മക്കൾക്ക്, രാവും പകലും വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം നീതി നടപ്പാക്കി കൊടുക്കും. അതിനൊരിക്കലും വിളംബം വരുത്തുകയില്ല എന്ന് യേശു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷത്തിലെ വിഷയം ആ വിധവ ആവശ്യപ്പെട്ട നീതിയെക്കുറിച്ചാണ്. തനിക്ക് നീതി ലഭിക്കണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. ഇന്ന് പലപ്പോഴും നീതി നഷ്ടപ്പെട്ട ഒരു ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇന്നലത്തെ മനോരമയുടെ എഡിറ്റോറിയൽ അത് തന്നെയായിരുന്നു, ഭരണകൂടം ഒരിക്കലും ബുൾഡോസർ ആകരുത്. ബുൾഡോസർ നീതി നടപ്പാക്കുമ്പോൾ നിയമമല്ല, കയ്യൂക്കാണ് ആധിപത്യം നേടുന്നത് എന്നാണ് ആ എഡിറ്റോറിയലിൽ പറയുന്നത്. അതുപോലെ നമുക്കറിയാം, മുനമ്പത്ത് നിന്നൊരു നീതിയുടെ പ്രാർത്ഥന ദൈവത്തിങ്കിലേക്ക് ഉയരുന്നത്, കണ്ണീരിൽ കുതിർന്ന ഒരു പ്രാർത്ഥന, കുടിയൊഴിപ്പിക്കൽ ഭീഷണി, അനീതിയെ നേരിടുന്ന ഒരു ജനത്തിന്റെ പ്രാർത്ഥനയാണത്. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന ഈ നീതി നടപ്പാകുന്നതിന് വേണ്ടിയാകട്ടെ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതുപോലെ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് ഒരിക്കലും നിരാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകുന്ന ഉത്തരത്തിനു വേണ്ടിയിട്ട്, ദൈവത്തിന്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കുവാനുള്ള നല്ല മനസ്സുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നീതി നഷ്ടപ്പെട്ടു പോയ എല്ലാ ജനതയോടൊപ്പം ആയിരിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയട്ടെ. ഈ ദിവ്യബലി നമുക്ക് യോഗ്യതയോടെ അർപ്പിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. വന്നുപോയ എല്ലാ കുറവുകളെയും കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് ദൈവത്തോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് ഈ ദിവ്യബലി അർപ്പിക്കുവാൻ നമുക്കൊരുങ്ങാം.